ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുക്കർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ബിരിയാണി വെക്കണം എന്ന് വിചാരിക്കുന്നത്. മറ്റേ ബിരിയാണിക്കലും ദം ബിരിയാണിക്കലും ഭയങ്കര മെനക്കേടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുക്കർ ചിക്കൻ ബിരിയാണി ആക്കാം. അതാകുമ്പോൾ എളുപ്പമായല്ലോ, ബാച്ചിലർ ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചൊരു 8 പീസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലെഗ് പീസും ഉണ്ട്, എൻ്റെ മുകളിൽ ലെഗ് പീസാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇനിയൊന്ന് മാരിനേറ്റ് ചെയ്ത് തരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. അപ്പോൾ ഇതെല്ലാം എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പിന്നെയും കുറച്ച് ജീരകപ്പൊടിയും മറ്റേ പെരുംജീരകപ്പൊടിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി നല്ലോണം കൈകൊണ്ട് പെരക്കി വെക്കണം. പിന്നെ കുറച്ച് തൈര് ഒഴിക്കണം. എൻ്റെ അടുത്ത് തൈര് ഉണ്ടായില്ല, അവിടെ ഞാൻ പുളിയില്ലാത്ത കുറച്ച് മോരാണ് കേട്ടോ ഒഴിച്ചിന്. അപ്പോൾ ഇങ്ങനെ അതിനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഈ കുക്കർ ബിരിയാണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ അതിൻ്റെ മസാലയാണ് കേട്ടോ, ഗരം മസാല. ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. സ്പൈസസ് എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ തൈര് ഒഴിച്ചിട്ടാണെങ്കിൽ 2 മണിക്കൂർ വെക്കാം. പിന്നെ നമ്മൾ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ലെമണാണ് പിഴിഞ്ഞ് ഒഴിക്കുന്നെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ എടുത്തു. ഇതൊരു 8 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. കുക്കറിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു, പിന്നെ കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ സ്പൈസസ് എല്ലാം എടുത്ത് പൊട്ടിക്കുക. ഒരു 3-4-5 ഗ്രാമ്പൂ, പിന്നെ ഒരു 2 കറുവപ്പട്ട, പിന്നെ ഒരു 3-4-5 ഏലക്കായി അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് പൊട്ടിയിട്ടാകുമ്പോൾ കരിയാൻ പാടില്ല കേട്ടോ. പിന്നെ കുറച്ച് പറയാൻ വിട്ടുപോയി, ചിക്കൻ നമ്മൾ മസാല പുരട്ടുമ്പോൾ കുറച്ച് നമ്മൾ ജീരകപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട് ഞാനത് ചേർത്തിട്ടുണ്ടായിനി. പിന്നെ ഇത് നല്ലോണം വഴറ്റിയ ശേഷം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കുറച്ച് ക്രഷ് ചെയ്താൽ മതി, അധികം അരഞ്ഞു പോകണ്ട കേട്ടോ. അതും ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് മൂത്ത്, ഞാനിപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം മൂപ്പിച്ച് കൊടുക്കുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളെ ഉള്ളിയെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോഴേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് ചിക്കനെ അങ്ങ് തട്ടിക്കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യണം. കുറച്ച് ചിക്കൻ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, ബാക്കി നമുക്ക് വിസിലടുപ്പിച്ച് ശരിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ചിക്കനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറാകുമ്പം ഒരു ക്യാരറ്റ് ഇട്ടാൽ അതൊരു ടേസ്റ്റ് അല്ലേ വിചാരിച്ചിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിനി. ഫ്ലോപ്പ് ആകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി, പക്ഷേ അങ്ങനെ ക്യാരറ്റ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. ഇതെൻ്റെ ജീരകശാല റൈസാണ്. അപ്പോൾ ഞാനിത് 3 കപ്പ് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് അരി എടുക്കുമ്പോൾ 6 കപ്പ് വെള്ളം. 6 കപ്പ് ഇല്ലെങ്കിൽ ഒരു 5.5 കപ്പെങ്കിലും എടുത്താൽ മതി. അങ്ങനെ കുക്കറെല്ലാം അടിച്ച് നല്ലോണം ഉപ്പെല്ലാം നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുക്കർ അടച്ച് വെക്കുക. പിന്നെ ഒരു വിസിൽ, 2ാമത്തെ വിസിൽ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത് ഓഫാക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് ചോറൊന്ന് അടിഞ്ഞു പോവും. അപ്പം കറക്റ്റ് പരിവാണെങ്കിൽ ഒരു വിസിലെടുത്തിട്ട് അതിൻ്റെ ഫുള്ള് പ്രഷർ തീരുന്നവരെ കുക്കറിന് വെച്ചാൽ വേണ്ടിയിട്ട് അടിപൊളി നല്ല കുക്കർ ബിരിയാണി കിട്ടും. എനിക്ക് കുക്കർ ബിരിയാണി എത്ര എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇതിൽ മസാല കുറവായിരിക്കും. മസാല കുറയുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും. അധികം മസാല ഉണ്ടാകുമ്പോൾ വേഗമായി മടുക്കും. പിന്നെ ഒരു മന്ദത പോലെയാണ്. ഇത് കഴിച്ചാൽ അങ്ങനെ മന്ദതയൊന്നും എടുക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഗ്യാരണ്ടി ഇതെന്തായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. എൻ്റെത് അങ്ങനെ ചോറൊന്നും അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അടിപൊളി നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ കുക്കർ ബിരിയാണി ആക്കാൻ വേണ്ടി ഫോളോ ചെയ്തത് നമ്മൾ ഷാൻജിയോൻ്റെ കുക്കിംഗ് ചാനലാണ് കേട്ടോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുക്കിംഗ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിൾ പ്രസൻറ്റേഷൻ, വേഗത്തിൽ വലിച്ചു നിന്നിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഷാൻജിയോ സാറിന് ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കർ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. കച്ചമ്പറും നല്ല നാരങ്ങേൻ്റെ അച്ചാറും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പ്ലേറ്റിലാക്കി ഇതെൻ്റെ മോളതാണ്. അപ്പോൾ ഓക്ക് ഞാൻ തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിന്. അപ്പോൾ ഞാനെന്നെ കുഴച്ച് കൊടുക്കുന്നത്. ഓക്കും ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്ക് ബിരിയാണീൻ്റെ ലെഗ് പീസ് വേണ്ട, പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാൻ. ബൈ.